അപ്പൊ അത്തരം ഒരു പ്രശ്നത്തെ വളരെ സമഗ്രമായി ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കണം, നമുക്ക് ചർച്ച ചെയ്യണം. ഇന്നൊരു നിലപാട് സ്വീകരിച്ചിട്ട് നാളെ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് മായ്ച്ചിടാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിന്റെ പ്രത്യേകത അതാണ്. 5 കൊല്ലത്തേക്കുള്ള തീരുമാനം നമ്മുടെ ഭാവി ജീവിതത്തെ തീരുമാനിക്കുന്നതാണ്. മണിപ്പൂരിൽ പെൺകുട്ടിയെ റോട്ടിലൂടെ നടത്തിക്കൊണ്ടുപോയി ആ കുട്ടിയുടെ ശരീരത്തിൽ കാണിക്കാവുന്ന എല്ലാ വൃത്തികേടും കാണിക്കുന്നത് മൊബൈലിൽ പകർത്തിയെടുത്ത് ലോകമാകെ പ്രചരിപ്പിച്ച RSSന്റെയും BJPയുടെയും തന്ത്രമുണ്ടല്ലോ. ഹൃദയമുള്ള ഒരാൾക്കും നോക്കി നിൽക്കാനാവില്ല. ഹൃദയമുള്ള ഒരാൾക്കും നോക്കി നിൽക്കാനാവില്ല. അത്തരമൊരു ചിന്ത, അത്തരമൊരു അവസ്ഥ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തുണ്ടായാൽ ഹൃദയം പൊട്ടിമരിച്ചു പോകും നമ്മൾ. നമ്മുടെ കുട്ടികൾക്ക് അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ? അതുണ്ടാക്കുന്നത് ഈ രാജ്യത്തെ ഗവൺമെന്റാണ്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടായില്ല. കേരളത്തില് ഇപ്പോ നരേന്ദ്രമോദിന്റെ ഒരു കല്യാണം നാളെ വിളിച്ചവിടെ വരും. തൃശ്ശൂർ കല്യാണം ഉണ്ടാകുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ വരാൻ തയ്യാറ്. മരണ വീട്, കല്യാണ വീട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കല്യാണ വീട്ടിൽ പോകാൻ തയ്യാറായതൊക്കെ അല്ലേ? കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഏറ്റവും കൂടുതൽ പോയ ആള് കെ ബാബുവാണ്. നമ്മൾ അയാളെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്. 12-11 മണിക്ക് ചെറുക്കനും പെണ്ണിനെ മണിയേറെ പോയി വെടിപ്പിച്ചിട്ട് ആശംസകൾ അർപ്പിച്ചിട്ട് പുള്ളി പോകും. കല്യാണ വീടും മരണ വീടും. അതേ അവസ്ഥയിലേക്ക് BJPയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി താഴ്ന്നിരിക്കുന്നു. അതിനർത്ഥം കേരളത്തിൽ വർഗീയ കലാപത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അനുവാദമുണ്ടാവില്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തെ തകർക്കുവാനുള്ള നിലപാടുകൾക്ക് അനുകൂലമായി കോൺഗ്രസിന്റെ ചിന്ത വളർന്നു വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കെ കരുണാകരന്റെ മകൾ BJPയിൽ പോയി എന്ന് പറഞ്ഞാൽ, AK ആന്റണിയുടെ മകൻ BJPയിൽ പോയി എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ തയ്യാറുണ്ടോ? അവർക്ക് വല്ല പ്രയാസമുണ്ടോ? കളമശ്ശേരിയില്, എന്റെ നാട്ടില് കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ, നഗരസഭ കൗൺസിലർ K അൻവർ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് സൗത്ത് കളമശ്ശേരിയിൽ ഒരു 6 മുറിയുള്ള കടയുണ്ട്. അതിന്റെ മുകളില് ഒരു ദിവസം നോക്കുമ്പോൾ BJPയുടെ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കളമശ്ശേരിയിൽ പല സ്ഥലത്തും BJP മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നു. BJPക്കാർ പോലും BJPക്ക് സ്ഥലം കൊടുത്തില്ല കളമശ്ശേരിയിൽ. എന്നാൽ അൻവർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, നഗരസഭ കൗൺസിലർ, 3-ാം വാർഡ്, കളമശ്ശേരി നഗരസഭയുടെ 3-ാം വാർഡ് കൗൺസിലർ, നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഞാൻ നുണ പറയണല്ല, അയാളുടെ കെട്ടിടത്തിന്റെ മുകളിൽ മനോഹരമായി BJPയുടെ ഓഫീസ് തുറന്നിരിക്കുന്നു. അത് സംബന്ധിച്ച് വാർത്ത വന്നു, പരാതികളായി. കോൺഗ്രസ് ഇതുവരെ അയാളോട് വിശദീകരണം ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു, ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകൻ, CPIM-ന്റെയോ CPI-യുടെയോ ഒരു അംഗം, വെറും കേവലം ഒരു പാർട്ടി അംഗം ഏതെങ്കിലും BJPക്കാരന് ഓഫീസ് തുടങ്ങാൻ അയാളുടെ സ്ഥലമോ കെട്ടിടമോ വിട്ടുകൊടുത്താൽ അയാൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതാണ് ഇടതുപക്ഷം. മറ്റേത് കെട്ടിടം അങ്ങനെ തന്നെ കൊടുത്തിട്ടും ഒരു പ്രയാസമില്ലാതെ അയാള് സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശദീകരണം പോലും കോൺഗ്രസ് പാർട്ടി ചോദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ എല്ലാ വർഗീയ സംഘടനകളും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കല്ലേ? ആ വർഗീയവാദികളോട് ഞങ്ങൾ കേവലം ഹിന്ദു വർഗീയത എതിർക്കുന്നവർ മാത്രമല്ല, മുസ്ലിം വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നവരാണ്. എന്താ കാര്യം? ഹിന്ദു വർഗീയതക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണുണ്ടാക്കലാണ് മുസ്ലിം വർഗീയവാദിയുടെ ലക്ഷ്യം. മുസ്ലിം വർഗീയവാദി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം വർഗീയവാദത്തിനെതിരാണ്. ഇസ്ലാം അന്യമത വിദ്വേഷത്തിന്റെ മതമല്ല. സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി മറ്റു മതസ്ഥരെ കൂടി അംഗീകരിക്കണമെന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഉദാത്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മതവിശ്വാസത്തിന്റെ മറവിൽ വർഗീയതയുടെ വിത്തുപാകാൻ മുസ്ലിം വർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുവാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ അതുകൊണ്ട്
ഇവിടെ ഏതെങ്കിലും ഒരു വർഗീയതയെ പിന്തുണക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുക. കേരളത്തിൽ ഈ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർഗീയ സംഘടനകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തു. ആ വർഗീയ സംഘടനകളുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറയാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറായി. ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഓർക്കുന്നില്ലേ മഹാനായ EMSന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനം? RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആള് സഖാവ് EMS പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ വർഗീയവാദികളുടെ വോട്ട് മേടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞു. കേരളത്തിൽ എത്ര വട്ടം ഇടതുപക്ഷം അങ്ങനെ പറഞ്ഞു. ഏതെങ്കിലും വർഗീയ സംഘടനയുമായി ഒരു ബന്ധമുണ്ടാക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന സന്ദർഭത്തിൽ വർഗീയ സംഘടനകളുമായി ഒരു തരത്തിലും ബന്ധമുണ്ടാക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ചാഞ്ചാട്ടം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങൾ വർഗീയവാദികളുടെ മുമ്പിൽ അവരുടെ വോട്ടിന് വേണ്ടി, സീറ്റിന് വേണ്ടി, ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി കീഴടങ്ങാൻ ഞങ്ങൾ പോയിട്ടുണ്ടോ? വർഗീയതക്കെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് കൊണ്ടല്ലേ? BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഒന്നാം UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്? 62 പേർ ഇടതുപക്ഷത്തിന്റെ MP-മാർ ആർക്ക് പിന്തുണ കൊടുത്തു? കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. എന്തിനു വേണ്ടി? BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി. BJP അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുത്തില്ലേ ഞങ്ങൾ? അങ്ങനെ നിലപാട് സ്വീകരിച്ചവരല്ലേ ഇടതുപക്ഷ പാർട്ടികൾ? സോണിയാഗാന്ധി അന്ന് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സുർജിത്തിനെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, മന്ത്രിമാരെ ഞങ്ങൾ 10 മന്ത്രിമാരെ തരാം, ഒരു മന്ത്രിയും വേണ്ടെന്നുണ്ട്. ഒരു മന്ത്രിയും വേണ്ട, ഞങ്ങൾ ഒരു കണ്ടീഷനും ഇല്ലാതെ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണ്? ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, പാവപ്പെട്ടവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, അവർക്ക് വർഷത്തിൽ 100 ദിവസം തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവരണം. തൊഴിൽ ഉറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെ ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച നിലപാടിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായത്. രാജ്യത്ത് ആദ്യമായി ബജറ്റിലൂടെ പണം അനുവദിക്കാൻ തീരുമാനിച്ചത്, പണം മാറ്റിവെച്ചത്, ഗ്രാമീണ മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിലേക്ക് പണം കിട്ടിയത്, അവർ മാർക്കറ്റിൽ പോയത്, അവർ ചന്തകളിലേക്ക് പോയത്, അവർ പലചരക്ക് സാധനം മേടിച്ചത്, പച്ചക്കറി മേടിച്ചത്, അരി മേടിച്ചത്, തുണി വാങ്ങിയത്, രാജ്യത്തിന്റെ പണം ഗ്രാമീണ മേഖലയിലേക്ക് അങ്ങനെ വന്നു. ഇന്ന് ആ തൊഴിലുറപ്പ് പദ്ധതിയെ അവഹേളിച്ചുകൊണ്ട് വടകരയിൽ പ്രകടനം നടത്തിയത് കണ്ടില്ല നിങ്ങൾ? തൊഴിലുറപ്പിലെ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടനം. തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പെണ്ണുങ്ങൾ പ്രകടനം. അതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഈ രാജ്യത്ത് സ്വന്തമായ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നിലപാട് സ്വീകരിച്ചത്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. പ്രണബ് കുമാർ മുഖർജി, കോൺഗ്രസിന്റെ നേതാവ്, ഇന്ത്യയുടെ പ്രസിഡന്റായി. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് എങ്ങനെയാണ്? ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി. അന്ന് ഇടതുപക്ഷം പിന്തുണച്ചില്ലെങ്കിൽ കോൺഗ്രസ് നേതാവായ പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവില്ല. നിങ്ങൾ ആ സന്ദർഭം, ആ കാലഘട്ടം ഒന്ന് ഓർക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസും BJP-യും ചേർന്ന് വലിയ നീക്കം നടത്തിയ കാലഘട്ടമാണത്. നന്ദിഗ്രാം, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാൻ, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യാൻ കോൺഗ്രസും BJP-യും തൃണമൂൽ കോൺഗ്രസും ജമാഅത്തെ ഉലമ ഹിന്ദും ചേർന്ന് രൂപീകരിച്ച മഴവൻ സഖ്യത്തിന്റെ കാലഘട്ടത്തിൽ അതിനുശേഷം നടന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്
കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കാൻ, ബംഗാളിൽ തീർക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബംഗാളിയായ കോൺഗ്രസുകാരനെ പ്രണബ് കുമാർ മുഖർജിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ ഞങ്ങൾ പിന്തുണ കൊടുത്തു, ഞങ്ങൾ വോട്ട് ചെയ്തു. അതേസമയം കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അന്ന് വേട്ടയാടുകയാണ്. SNC ലാവ്ലിൻ കേസ്. കോൺഗ്രസ് ശക്തമായി ഞങ്ങൾക്കെതിരാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുള്ള രണ്ട് സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ കോൺഗ്രസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ ഇന്ത്യയുടെ പ്രസിഡന്റായി പ്രണബ് കുമാർ മുഖർജിയെ ഞങ്ങൾ പിന്തുണക്കാൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അല്ലെങ്കിലോ ഇന്ത്യയുടെ പ്രസിഡന്റായി അന്ന് RSSകാരൻ വരും എന്നുള്ളത്, RSSകാരൻ ഇന്ത്യയുടെ പ്രധാന പ്രസിഡന്റ് ആകാതിരിക്കാൻ ഞങ്ങൾ പിന്തുണ കൊടുത്തു, ഞങ്ങൾ വോട്ട് ചെയ്തു. ആ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. രാജ്യത്തിന്റെ മഹത്തായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. വ്യക്തിപരമായ സ്ഥാപിതമായ താല്പര്യങ്ങൾക്കോ സാമ്പത്തികത്തിനോ വേണ്ടിയല്ല ഇന്ത്യയിലെ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഒരു പ്രതിധ്വനി രാജ്യമാകെ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമല്ല. അത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമല്ല. ഡൽഹിയിലും UPയിലും ബീഹാറിലും ആക്രമിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് JCBയുമായി, പൊക്ലൈനുമായി, ബുൾഡോസറുമായി കടന്നു വരുമ്പോ അത് തടയാനുള്ള കൈ ഉയർത്തുന്നത് ഇടതുപക്ഷമാണെന്ന് അവർക്ക് മനസ്സിലായി. സ്കൂൾ കുട്ടിയുടെ കവിളത്ത് സ്വന്തം സഹപാഠിയെ കൊണ്ട് അടിപ്പിച്ചില്ല. ഒരു സ്കൂൾ കുട്ടിയുടെ കവിളത്ത് അവന്റെ പേര് മുഹമ്മദ് എന്നായി എന്നുള്ളത് കൊണ്ട് ആ പിഞ്ചു കുഞ്ഞിന്റെ കവിളത്ത് സഹപാഠിയെ കൊണ്ട് മുഖത്തടിപ്പിച്ച അധ്യാപകൻ അവിടെ പോയതാരെ ഇടതുപക്ഷ പാർട്ടികളാണ് അവിടെ പോയത്. ആ കുട്ടിയെ കണ്ടു തലോടി, അങ്ങനെ അടിപ്പിക്കാൻ നിർബന്ധിച്ച അധ്യാപകനെ പിടിച്ചു, ആ കുട്ടികളെ കെട്ടിപ്പിടിപ്പിച്ചു, ആ കുട്ടിക്ക് പുസ്തകവും പഠന സൗകര്യവും ഒരുക്കി, അവന് കഴിഞ്ഞ ദിവസം സൈക്കിൾ സമ്മാനിച്ചു. വർഗീയതയുടെ വിത്ത് കുട്ടികൾക്കിടയിലേക്ക് പാകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നവരാരാണ്? ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും വേട്ടയാടപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഓടിയെത്തുന്നത് ചെറുതാണ്. ഞങ്ങൾ ചെറിയ ആളുകളാണ്, ചെറിയ പാർട്ടിയാണ്, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അവരെല്ലാവരും കൂടി ഒരുമിച്ച് പോവുകയാണ്. CPMന്റെ പാർലമെന്റ് അംഗങ്ങൾ, CPIയുടെ പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭയിലുള്ള ആളുകൾ, അവരെല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ഞങ്ങൾ ആ സ്ഥലങ്ങളിൽ പോയി അവരെ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ചെറിയ പാർട്ടിയാണ് ഞങ്ങൾ, ചെറുതാണ് ഞങ്ങൾ. പക്ഷേ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ഒരു പ്രതിധ്വനി, ഒരു മുദ്രാവാക്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങളെ അയക്കുവാനുള്ള സാധ്യതയുള്ള സംസ്ഥാനം. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം ജയിക്കണമെന്ന മഹത്തായ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്താൻ ഈ നാട്ടിലെ വോട്ടർമാർ തയ്യാറാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. ഇടതുപക്ഷം ഉണ്ടാകണം. ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടതുപക്ഷം ഉണ്ടാകണം. തെറ്റായ നിലപാടുകൾ വരുമ്പോൾ എതിർക്കാൻ ഇടതുപക്ഷം ഉണ്ടാകണം. ഞങ്ങളുടെ അംഗങ്ങൾ ആരും BJPക്ക് അവരുടെ പാളയത്തിലേക്ക്, അവരുടെ വിലപേശലുകൾക്ക്, അവരുടെ നോട്ടുകെട്ടുകൾക്ക്, അവരുടെ കോടികൾ വലിച്ചെറിയുമ്പോൾ അതിന്റെ പിന്നാലെ പോകാൻ ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാകില്ല. എന്നാൽ കോൺഗ്രസ്സുകാരൻ ഉണ്ടാകുമെന്ന് നിരവധി തെളിവുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നമ്മുടെ നാട്ടില് രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം തന്നെയാണ് അരുണാചൽ പ്രദേശിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അരുണാചൽ പ്രദേശിൽ ഇപ്പൊ നിയമസഭ തെരഞ്ഞെടുപ്പാണ്. അരുണാചൽ പ്രദേശില് 10 സീറ്റിൽ BJPക്ക് എതിരില്ല. 10 സീറ്റിൽ BJPക്ക് എതിരില്ല. ഈ കരുമാലൂർ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ കോൺഗ്രസിന് BJPക്ക് എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾ അവസരം എടുക്കുമോ? ഈ വാർഡിൽ നമുക്ക് ആളില്ലെങ്കിൽ അടുത്ത വാർഡിൽ നിന്നുകൊണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കൂടെ?
അരുണാചൽ പ്രദേശിലെ 10 നിയമസഭാ മണ്ഡലത്തിൽ, പഞ്ചായത്തിലല്ല, നിയമസഭാ മണ്ഡലത്തിൽ 10 മണ്ഡലത്തിൽ ബിജെപിക്കെതിരെ നോമിനേഷൻ കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. എന്താ കാര്യം? മറന്നുപോയി, നോമിനേഷൻ മേടിക്കാൻ പറ്റിയില്ല, ആ സമയത്ത് ഉറങ്ങിപ്പോയി, ഞാൻ സ്ഥലത്തുണ്ടായില്ല എന്ന് പറയാൻ പറ്റുമോ? എത്ര നാൾ മുമ്പ് പ്രഖ്യാപിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ബിജെപിയെ സംരക്ഷിക്കുന്ന, അവർക്ക് സുരക്ഷിതമായി വിജയിക്കാൻ കഴിയുന്ന പാതയൊരുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് രാജ്യത്ത് മാറുന്നു. ഞാൻ പറയുന്നത്, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും ലീഗ് സുഹൃത്തുക്കളും അതൊന്ന് പരിശോധിച്ചിട്ട് മറുപടി പറയണം. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ട് ചെയ്തില്ല? അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ മുൻ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു എന്നാണ് അവരുടെ പേര്. അവര്